ഗൈസ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് AFC ഏഷ്യൻ കപ്പുമായിട്ട് ബന്ധപ്പെട്ട് കളിക്കുന്ന 24 ടീമുകളുടെ ചില കണക്കുകളാണ്. സോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളത് അറിയത്തില്ല. എങ്കിലും എനിക്ക് ഇതൊരു കാര്യം വന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ട സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സോ ആദ്യം ഒരു ഫിസിക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ഹൈറ്റ് ആൻഡ് വെയിറ്റ്, ആവറേജ് ഹൈറ്റും വെയിറ്റും. സോ ഇതിൽ ഇറാനാണ് മുമ്പിൽ നിൽക്കുന്നത്, 183.8 വെയിറ്റിൻ്റെ കാര്യത്തിലും ആവറേജ് വെയിറ്റും ഇറാൻ തന്നെയാണ്, 79.3 എന്നുള്ളതാണ്. ഏറ്റവും കുറവ് വിയറ്റ്നാമാണ്, ഹൈറ്റ് ആവറേജ് 175.4. ഏറ്റവും വെയിറ്റ് ആവറേജ് കുറവ് തായ്ലൻഡാണ്, 69.6. എന്നാൽ ഇതിൽ സർപ്രൈസിങ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നിങ്ങൾക്ക് നോക്കാം, നമ്മൾ പൊതുവെ ചെറിയ ആളുകളെന്ന് വിശേഷിപ്പിക്കുന്ന രാജ്യങ്ങളൊക്കെയാണ് ചൈന, സൗത്ത് കൊറിയ അല്ലെങ്കിൽ ജപ്പാൻ, ഇതുപോലുള്ള രാജ്യങ്ങൾ. പക്ഷേ ഇവരുടെ എല്ലാം 180 മുകളിലാണ് ഇവരുടെ ഒരു ആവറേജ് ഹൈറ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം ചൈന കാണാം 183.2, അതുപോലെ കൊറിയ 182.5, അതുപോലെ ജപ്പാൻ 180.5. സോ ഇത് വലിയ, ഇപ്പോൾ ഇന്ത്യയുടെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും താഴെയാണ്, ഏതാണ്ട് 20 സ്ഥാനത്തിനൊക്കെ താഴെയാണുള്ളത്. അത് 177.3 അപ്പം ഞാൻ പറയാൻ വന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ സ്കൗട്ടിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. സ്പോർട്സ് ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത്, ഒരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് അവരെ സ്കൗട്ട് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ കാര്യത്തിൽ ഈ രാജ്യങ്ങളൊക്കെ വളരെ മുകളിൽ നിൽക്കുന്നു. ഇപ്പം സൗത്ത് കൊറിയയും ജപ്പാനും ഒക്കെ എങ്ങനെ ഫുട്ബോളിൽ അവർ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ. അതുപോലെ തന്നെ ചൈന സ്പോർട്സിൽ ഓരോ പ്ലേയേഴ്സിനെ എത്തിക്കാൻ അല്ലെങ്കിൽ ആ സ്കൗട്ടിങ്ങിലൊക്കെ മികവ് കാണിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഇപ്പം ഈ സൗത്ത് കൊറിയയും ജപ്പാനെയും പോലെ ഒരു പെർഫോമൻസ് വരുന്നില്ലെന്ന് പറയുന്നെങ്കിലും ഇപ്പം സ്ഥിരമായിട്ട് അവർ ഏഷ്യൻ കപ്പിൽ കളിക്കുന്നു. അവർ ഏഷ്യൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽസിൽ കളിക്കുന്ന ടീമാണ്. ഐ തിങ്ക് 2004 മറ്റോ അവർ ഏഷ്യൻ കപ്പിൻ്റെ ഫൈനൽസിൽ കളിച്ചിട്ടുണ്ട്. അന്ന് ജപ്പാനെതിരെ മറ്റോ തോന്നുന്നത്. അതിന് മുമ്പ് അവർ പലവട്ടം, എനിക്കൊന്ന് പലവട്ടമല്ല 1-2 വട്ടം ഫൈനലിൽ കളിച്ചിട്ടുണ്ട്. ആ കാലയളവിലൊക്കെ സ്ഥിരമായിട്ട് സെമി കളിച്ചിരുന്നു. എങ്കിലും ഇപ്പോഴും അവർ ആ ഒരു 70s റാങ്കിങ്ങിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു കൺട്രിയാണ് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഇതിൽ സർപ്രൈസ് ചെയ്യിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് ഇന്തോനേഷ്യ ഒക്കെ സൗദി അറേബ്യയേക്കാൾ മുകളിലാണ് ആവറേജ് ഹൈറ്റ്. അതുപോലെ തന്നെ മലേഷ്യ 178, ജസ്റ്റ് സൗദിക്കൊക്കെ താഴെയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ അടുത്തൊരു ഫാക്ടറാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള പ്ലേയേഴ്സും അല്ലെങ്കിൽ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ്, അതായത് ഒറിജിനൽ പ്ലേയേഴ്സ് നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലേഷ്യയാണ് എന്നുള്ളതാണ്. 14 പേരാണ്. അതിൽ പറഞ്ഞതുപോലെ നമുക്കെതിരെ ഈ അടുത്ത കാലത്ത് മലേഷ്യ കളിച്ചിരുന്നു. അതിൽ ഒരുപാട് നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സ് ഉണ്ട്. ഈ ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നൊക്കെ ഉള്ള പ്ലേയേഴ്സൊക്കെ അവിടെ കളിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ലിസ്റ്റിൽ ഹോങ്കോങ് 10 പേര് മറ്റോ കളിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ സമീപകാലത്ത് അവർ കളിച്ചിട്ടുണ്ട്. അന്ന് ഇന്ത്യയാണ് ജയിച്ചത്. ഈവൻ മുൻ ഏഷ്യൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഖത്തറിലും ഇറാഖിലും പോലും ഉണ്ട് 9 പ്ലേയേഴ്സ്. അതുപോലെ ഇന്തോനേഷ്യയിലുണ്ട് 8 പ്ലേയേഴ്സ്. ഓസ്ട്രേലിയ ടോപ്പ് കൺട്രി എന്നൊക്കെ പറയുന്നിടത്തുണ്ട് 7 എന്നൊക്കെ ഉള്ളതാണ്. അപ്പം മിക്ക രാജ്യങ്ങളും ഈ പറഞ്ഞതുപോലെ അല്ലാത്ത പ്ലേയേഴ്സിന്, ഈ പറഞ്ഞ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം പലരും നമ്മൾ ഈ OCDയൊക്കെ പറയുന്ന ഒരു സമയത്ത് അതിൻ്റെ ആവശ്യകത എന്തെന്ന് ചോദിക്കുമ്പോൾ, ഇത് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടോപ്പ് കൺട്രീസ് ഇത് അവരെങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇപ്പം ഇന്ത്യ ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഒറ്റ പ്ലേസ് പോലും ഇല്ല. പിന്നെ ഈ ആരെയും ഇതുപോലെ ഒറിജിനൽ അല്ലാത്തവരെ അല്ലെങ്കിൽ നാച്ചുറലൈസ് അല്ലാത്ത ഉപയോഗിക്കാത്ത മറ്റു രാജ്യങ്ങൾ ഇറാൻ, വിയറ്റ്നാം, സൗത്ത് കൊറിയ, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം പിന്നെ ഇവർ മാത്രമല്ല, യൂറോപ്പിൽ തന്നെ ടോപ്പ് കൺട്രീസ്, ഇപ്പം ഫ്രാൻസ്, ഇവൻ അർജൻറ്റീന, ലാറ്റിൻ അമേരിക്കൻ കൺട്രി, ഞാൻ പറഞ്ഞ വേൾഡ് ചാമ്പ്യൻസിൻ്റെ കാര്യം പറയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പല രാജ്യങ്ങളും ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞതുപോലെ അതൊരു നോട്ട് എ ബിഗ് ഡീൽ. ഞാനിത് 100ാമത്തെ വട്ടമായിരിക്കും ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നോക്കാം. ഞാനൊരു പൊസിഷൻ പറയാം, ഞാൻ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ നാഷണൽ ടീമിൽ ഏഷ്യൻ കപ്പിലേക്ക് പോയിട്ടുള്ള ഒരു സ്ക്വാഡിൽ കൃത്യമായിട്ട് സ്റ്റാർട്ടിംഗ് 11-ൽ പോലും ഇറങ്ങാത്ത പല പ്ലേയേഴ്സും ആ ഒരു പൊസിഷനിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറെ നിവർത്തിയില്ല, വേറെ പ്ലേയേഴ്സ് അവൈലബിൾ അല്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് അങ്ങനത്തേക്ക് ഒരു കാര്യത്തിലേക്ക് പോകേണ്ടത്. അപ്പം നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന് ഉറപ്പായിട്ട് ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യയിൽ കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വേണം. പക്ഷേ നമുക്ക് വേണ്ട ചില പൊസിഷൻസിൽ താരങ്ങളെ വേണം. പെർഫോമൻസ് വന്നാലേ നമുക്ക് ഫാൻസ് കൂടുതൽ, നമ്മൾ ഫുട്ബോളിനുണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ള ഫാക്ടേഴ്സൊക്കെ അവിടെ നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ അതർ സൈഡിൽ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് നടക്കണം. ഇതിൻ്റെ ഒരു ബാലൻസ് ഉറപ്പായിട്ടും വേണമെന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഞാൻ ഈ 2 കാര്യങ്ങൾ കണ്ട സമയത്ത്, ഈ ഒരു സ്കൗട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ ഈ ഒറിജിൻ പ്ലേയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എത്രത്തോളം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുകയാണ്.